ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ധനം ലഭിക്കാൻ ജാതകത്തിലെ ഏതൊക്കെയാണ് ഗ്രഹങ്ങള് നമുക്ക് അനുകൂലമാകുന്നത്? ധനം സമ്പാദിക്കുന്ന ജാതകക്കാർ ആരൊക്കെയാണ്? ജനന സമയം കൊണ്ട് ചിലവരുടെ ജാതകം എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവർക്ക് ധനം എത്രത്തോളം ഉണ്ടാകും, ധനം കൂടുതലാണോ കുറവാണോ എന്നും, അവർക്ക് ധനം കുറഞ്ഞാണോ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജാതകം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ജനന സമയം കൊണ്ട് ലഗ്നാലും ചന്ദ്രാലും 10 നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട്, ലഗ്നാലും ചന്ദ്രാലും 10 നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട് 10ാം ഭാവാധിപനെ കൊണ്ട് ധനസമ്പാദനം പ്രവചിക്കണം. അങ്ങനെയാണ് നമ്മൾ ധനം പ്രവചിക്കാം. 10 സൂര്യൻ നിന്നാല്, 10 സൂര്യനാണെങ്കിൽ മാതാപിതാക്കള്, ബന്ധുക്കള്, ഭാര്യ, പിന്നെ സഹോദരി, സഹോദരന്മാര് മുതലായവരിൽ നിന്നൊക്കെ നമുക്ക് ധനലാഭം കിട്ടുന്നതാണ്. പലതരത്തിലുള്ള ഈ വിധത്തിൽ പല മാർഗങ്ങളിലൂടെയും നമുക്ക് ധനം ലഭിക്കുന്നതാണ്. 10ലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കില്, 10ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ അമ്മയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, കാമുകിയിൽ നിന്ന്, രഹസ്യമായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ പല വഴിയിലൂടെയും നമുക്ക് ധനം വരാനുള്ള യോഗമുണ്ട്. മരുന്ന് വ്യാപാരം, വൈദ്യവൃത്തി, ഇവയിൽ നിന്നൊക്കെ നമുക്ക് ധനലാഭം പറയാം. 10ല് ആരും ഇല്ല എന്ന് വിചാരിക്കാം. നമ്മുടെ ജാതകം എടുക്കും 10ല് ആരും ഇല്ല എന്ന് വിചാരിക്കാം, വെറുതെ ശൂന്യമായിട്ട് കിടക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രത്നാലും ചന്ദ്രാലും 10ാം ഭാവാധിപന്റെ നവാംശകം നോക്കിയിട്ട്, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ജാതകത്തെ നോക്കി പറയാം. ഒരു ജാതകത്തിൽ സൂര്യനോ ചന്ദ്രനോ ബലമെന്ന് മനസ്സിലാക്കി, ചന്ദ്രനാണോ സൂര്യനാണോ ബലമെന്ന് മനസ്സിലാക്കി 10ൽ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട് നമ്മൾ 10ാം ഭാവത്തെ ലഗ്നാധിപന്റെ നവാംശത്തെ കൊണ്ട് നമുക്ക് ധനലാഭം പറയാം. അപ്പൊ ഈ തരത്തിലൊക്കെ നമ്മുടെ ജാതകം പരിശോധിച്ച് നമ്മൾ എന്താണ് നമുക്ക് ധനം എങ്ങനെയാണ് വരിക, ധനം എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കുജന്റെ ഇതാണെങ്കിൽ, കുജനാണ് നമുക്ക് ധനം കൊണ്ടുതരുന്ന ഭാവത്ത് നിൽക്കുന്നതെങ്കിൽ കുജന്റെ തൊഴിൽ ധനം പോലീസ്, പട്ടാളം, NCC, നേവി, ഫയർ ഫാക്ടറി, ഡിഫൻസ്, സ്പോർട്സ്, സർജറി, ജാലവിദ്യ, ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെയാണ് നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കാം. പിന്നെ രവിയാണ്, ആദിത്യനാണ് നമ്മുടെ 10ാം ഭാവത്തിൽ നമുക്ക് ധനം കൊണ്ടുതരാൻ നിൽക്കുന്നതെങ്കിൽ കർമാധിപനോ കർമ്മസ്ഥാനത്തോ വന്നാല് സ്വർണം, ജുവല്ലറി, സ്വർണം, മൈനിങ്, വസ്ത്ര വ്യാപാരം, സർക്കാർ ജോലി, ഇവ കൊണ്ട് നമുക്ക് ധനം ഉണ്ടെന്ന് പറയാം. ഒപ്പം തന്നെ ബുധനാണ് എങ്കിൽ, നമ്മുടെ കർമ്മഭാവത്തിൽ ധനം കൊണ്ടുതരുന്ന ബുധനാണ് എങ്കിൽ നിഗൂഢ ശാസ്ത്രം, ജ്യോതിഷ്യം, ആചാര്യൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അധ്യാപക വൃത്തി, പുരോഹിതൻ, ഇവ കൊണ്ട് നമുക്ക് ജീവിക്കുമെന്ന് പറയാം. വ്യാഴത്തിന്റെ കർമ്മഫലം ദേവബ്രാഹ്മണ പൂജ, അധ്യാപകൻ, ബാങ്ക്, ട്രഷറി, നിധി സൂക്ഷിപ്പ് മുതലായവയിൽ നിന്ന് നമ്മൾ. ശുക്രനാണ് കർമ്മഭാവാധിപനായിട്ടെങ്കിൽ ജൗളി വ്യാപാരം, തുണി വ്യാപാരം, സ്വർണ വ്യാപാരം, ആന, കുതിര, കന്നുകാലികള്, ശർക്കര, അന്നവസ്തുക്കള്, അരി, അതുപോലെയുള്ള വസ്തുക്കൾ, ഇവയൊക്കെയാണ് നമുക്ക് പണം കൊണ്ടു തരുന്നതെന്ന് നമുക്ക് പറയാം. 10ാം ഭാവത്തില് പാപനോ അല്ലെങ്കിൽ പാപദൃഷ്ടിയോ ഉണ്ട് എന്ന് വെച്ചാല് ജാതകൻ കർമ്മഗുണം കുറഞ്ഞവനും അപവാദം കേൾക്കുന്നവനുമാണ് എന്നാണ് നമ്മൾ കാര്യമാക്കേണ്ടത്. ചന്ദ്രൻ ലഗ്നാലും 10ൽ രവി നിന്നാല് കാര്യപ്രാപ്തി ഉണ്ടാവാം. കുജൻ പാപവൃത്തിയും, ബുധൻ സാത്വികശീലവും, വ്യാഴം രജോ ഗുണവും, ശുക്രൻ സുഖവുമാണെങ്കിൽ ശനി ദുഃഖവുമാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ധനം നമുക്ക് വരുമോ, ഏതിലൂടെയൊക്കെയാണ് നമുക്ക് ധനം വരിക എന്നുള്ളത് നമ്മളൊരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിൽ മനസ്സിലാക്കാൻ പറ്റും.